ഹായ്, ഇന്ന് ഞാനിവിടെ നല്ലൊരു ഹൽവയാണ് തയ്യാറാക്കുന്നത്. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ലൗക്കിയാണ്. ലൗക്കി എന്ന് പറഞ്ഞാൽ ചുരക്ക അല്ലെങ്കിൽ ദൂതി എന്നൊക്കെ പറയും. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചുരക്ക വേണം ഇതിന് വേണ്ടി എടുക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിൽ അത് നല്ല ടേസ്റ്റോടു കൂടി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ചുരക്കയുടെ ഹൽവ. അതിനായി ഞാനിവിടെ ഇതുപോലെ രണ്ട് ചുരക്ക എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്ത് ഇച്ചിരി വെള്ളമുണ്ട്, ചൂടൊക്കെ ആയതുകൊണ്ട്. അതുകൊണ്ട് നല്ലത് നോക്കി വേണം തിരഞ്ഞെടുക്കാനായിട്ട്, നല്ല ഫ്രഷ് ആയിട്ടുള്ളത്. ഞാനിതുപോലെ ഇതിൻ്റെ തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലെ അരിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകിയെടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അത് ഗ്രേറ്റ് ചെയ്യുമ്പം അതിൻ്റെ വെള്ളം കൂടുതലായിട്ട് ഇറങ്ങും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ഇതിൻ്റെ കളറ് പെട്ടെന്ന് മാറും, അത് പെട്ടെന്ന് കറക്കാൻ തുടങ്ങും. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ ചുരക്കയുടെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഞാനിതുപോലെ ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് ഹൽവ ഉണ്ടാക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതുകൂടി അറിയിക്കുക. ഞാനിതിവിടെ എല്ലാം ഒന്ന് ചെത്തിയെടുത്തതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇത് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇതുപോലെ അതിനകത്തെ അരിയൊക്കെ കളഞ്ഞ് എടുത്ത് ഈ ഗ്രേറ്ററിനകത്ത് ഏറ്റവും ചെറുതുള്ളതുകൊണ്ട് മീഡിയം സൈസിലേ ഉള്ളതുകൊണ്ട് അത് മീഡിയം സൈസിലുള്ളതിൽ വെച്ചാണ് ഞാൻ ഗ്രേറ്റ് ചെയ്യുന്നത്. കൈയൊക്കെ നല്ലവണ്ണം കഴുകിയതിന് ശേഷം നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതിനകത്തുനിന്ന് കുറേ വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട്. നമ്മുടെ ലോഗിൻ്റെ അനുസരിച്ചിരിക്കും. നല്ല ചുരക്കയാണ് കിട്ടുന്നതെങ്കിൽ കുഴപ്പമില്ല. പിന്നെ വെള്ളമുള്ളതാണെങ്കിൽ ഇത് ശരിക്കും നമുക്ക് പിഴിഞ്ഞെടുക്കണം. അതുകൊണ്ട് അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. എന്നാലും നല്ല ടേസ്റ്റായിട്ട് നമുക്കിത് ഹൽവ തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അവർക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്താൽ അവർ പിന്നെയും ചോദിക്കും ഇത് ഉണ്ടാക്കി കൊടുക്കാൻ. അത്രയ്ക്ക് ടേസ്റ്റാണ്. നമ്മൾ ക്യാരറ്റ് ഹൽവ തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് ഇതും തയ്യാറാക്കുന്നത്. അതിനായി ഞാനിതിവിടെ എല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇനി ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം. അത് നിങ്ങൾക്ക് നല്ല തുണി ഉണ്ടെങ്കിൽ ആ തുണിയിൽ വെച്ച് പിഴിയാം. അല്ലായെന്നുണ്ടെങ്കിൽ അരിപ്പയിൽ വെച്ചോ അല്ലെങ്കിൽ കയ്യിൽ വെച്ചോ എങ്ങനെ വേണമെങ്കിലും ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. ഞാനിവിടെ കൈ കൊണ്ടൊന്ന് പിഴിയാൻ നോക്കി, അരിപ്പയിൽ വെച്ച് നോക്കിയിട്ട് സാധിക്കുന്നില്ല. പിന്നെ തുണി എടുക്കാനൊന്നും സമയം കിട്ടിയില്ല, അതുകൊണ്ട് അതൊന്നും ഞാൻ ചെയ്തില്ല. കൈ കൊണ്ട് വെച്ച് തന്നെയാണ് ഞാൻ ഇത് പിഴിഞ്ഞെടുത്തത്. ഈ പിഴിഞ്ഞെടുക്കുന്ന വെള്ളം പിന്നെ നമുക്കത് ഉപയോഗിക്കാം. അത് ഉപ്പ് ചേർത്ത് കുടിച്ചാൽ നല്ലതാണെന്നൊക്കെ പറയുന്നത്. ഡയബറ്റീസ് പേഷ്യൻറ്റ്, ഹാർട്ടിൻ്റെ പ്രോബ്ലത്തിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ വെള്ളം കളയാതെ തന്നെ അത് യൂസ് ചെയ്യുക. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്തതും കുടിച്ചാൽ മതി. കൈ ആദ്യം നല്ലവണ്ണം കഴുകുക, അല്ലെങ്കിൽ നല്ല തുണി ഉപയോഗിച്ചാൽ പിഴിയുന്നെങ്കിലും കുഴപ്പമില്ല. ഞാനതിന് ഇനി ഇങ്ങനെ ഹൽവ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി ഞാൻ പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം ആദ്യം കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് വറുത്തെടുക്കാം. ഇത് വറുത്തെടുത്തെങ്കിലും കുഴപ്പമില്ല, എടുത്തില്ലെങ്കിലും. കാരണം ഇത് ലാസ്റ്റിൽ അങ്ങനെ തന്നെ ചേർത്ത് ഉപയോഗിക്കാമെന്നാണ്. മിക്കവാറും പേര് ഇത് ഫ്രൈ ചെയ്യാറില്ല. ഞാനിവിടെ നെയ്യിക്കകത്തൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതുപോലെ മൂത്ത് വരുമ്പം ഇതിലൊന്ന് കോരി മാറ്റിയതിന് ശേഷം ആ നെയ്യിലേക്ക് തന്നെ നമുക്ക് ലോക്കി ചേർത്ത് കൊടുക്കാം. ഞാനിത് പിഴിഞ്ഞൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് ശരിക്കും അതിൻ്റെ കളർ മാറി. നിങ്ങൾക്ക് കാണാം ഇതുപോലെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ ലോക്കിയുടെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ അതിന് പെട്ടെന്ന് തന്നെ കളർ മാറിപ്പോവും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഇതിനകത്ത് ഫുഡ് കളർ ചേർക്കാം, ഗ്രീൻ കളറ്. പക്ഷേ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പം കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. കളറ് മാറിയാലും കുഴപ്പമില്ല, നമുക്ക് ടേസ്റ്റോടെ കഴിക്കാൻ പറ്റുള്ളൂ. അധികം വിഷമൊന്നും ചേരാതെ നമ്മളതിനെ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പം അതിൻ്റേതായ രീതിയിൽ നമ്മൾക്ക് കെമിക്കലൊന്നും ചേർക്കാതെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നമുക്കും കഴിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിനകത്ത് ഫുഡ് കളർ ഞാൻ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 250 ml പാലാണ് ചേർത്ത് കൊടുത്തത്, 1/4 കിലോ. അത് ചേർത്ത് ഇനി ഒന്നുകൂടി ഇതൊന്ന് ഈ പാലെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. അതിനു മുമ്പായി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാൻ ഈ 200 ഗ്രാമാണ് ചേർത്തത്. 1/2 കിലോ ലോക്കിക്ക് 200 ഗ്രാം പഞ്ചസാരയൊക്കെയാണ്. പക്ഷേ അത് ഇച്ചിരി മധുരം കൂടുതലാണ്. നിങ്ങൾ അത്രയും ചേർക്കേണ്ട, 150 ചേർത്താൽ മതി. നമ്മൾ ഇനി ഇതിനകത്ത് മിൽക്ക് പൗഡർ ചേർക്കുന്നത് കൊണ്ട് അത്രയും വേണ്ട, അത് കൂടുതലായിപ്പോവും. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ കുഴപ്പമില്ല.
നമുക്ക് വലിയവർക്കാണെങ്കിലും മധുരം കുറച്ച് തന്നെ ഉപയോഗിക്കാം. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഇതെല്ലാം വെള്ളം ഒന്ന് പറ്റുന്നവരെ ഒന്ന് ഇളക്കി. ഈ സമയത്ത് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഏലക്ക പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. ഏലക്ക ഇഷ്ടമല്ലാത്തവർ ചേർത്ത് കൊടുക്കണ്ട. അതിനുശേഷം ഇതുപോലെ ഇത് വെള്ളമെല്ലാം ഒന്ന് പറ്റി പാലൊക്കെ ഒന്ന് പറ്റി കഴിയുമ്പം അതിലേക്ക് ഞാനിവിടെ ചേർത്തത് മിൽക്ക് പൗഡറാണ് ചേർത്തത്. നിങ്ങൾക്ക് മാവയുണ്ടെങ്കിൽ മാവ് ചേർത്ത് കൊടുക്കാം. അല്ല എങ്കിൽ ഈ പാലിൻ്റെ പാട ചേർത്ത് കൊടുത്താലും മതി. മാവയെന്ന് പറയുമ്പം നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ കിട്ടും. പേട ഉണ്ടാക്കുന്നൊരു സാധനമാണ്. അത് അവിടെ കേരളത്തിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അല്ലെങ്കിൽ ഒന്നും വേണ്ട, പാലിൻ്റെ പാട ചേർത്ത് കൊടുത്താൽ മതി. അത് വളരെ ടേസ്റ്റിയാണ്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കി നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ.